കർണാടക ചിക്കമംഗളൂരു നരസിംഹരാജയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ എറണാകുളം കാലടി സ്വദേശി കൊല്ലപ്പെട്ടു. 76 വയസ്സുള്ള AK ഏലിയാസാണ് കൊല്ലപ്പെട്ടത്. മേയാൻ വിട്ട പോത്തിനെ അന്വേഷിച്ച് മകനോടൊപ്പം വീടിനോട് ചേർന്നുള്ള വനത്തിലെത്തിയപ്പോഴാണ് കാട്ടാന ആക്രമിച്ചത്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, എപ്പോഴാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്? സ്ഥിരം ഈ വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്നൊരു പ്രദേശമാണെന്ന് മനസ്സിലാക്കുന്നു. ഗോകുൽ, അതെ, സ്ഥിരം വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണിത്, ഈ നരസിംഹരാജ താലൂക്ക്. കാരണം ഇവിടെ ആളുകളൊക്കെയും കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ്. അവിടെ ഇന്ന് ഈ ആക്രമണത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എറണാകുളം കാലടി സ്വദേശി K ഏലിയാസിനാണ്. ഇദ്ദേഹത്തിന് 76 വയസ്സുണ്ടായിരുന്നു. ചിക്കമംഗളൂരു നരസിംഹരാജയിലാണ് ഇവർ താമസിക്കുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. കാട്ടാന ഇദ്ദേഹത്തിന്റെ തലയിൽ ചവിട്ടുകയായിരുന്നു എന്നാണ് അവിടെ സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെയും പറയുന്നത്. മേയാൻ വിട്ട പോത്തിനെ അന്വേഷിച്ച് മകനോടൊപ്പം ഇയാൾ വീടിനോട് ചേർന്നുള്ള കാട്ടിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം മകൻ ഓടി വന്ന് അച്ഛനെ കാട്ടാനെ ആക്രമിച്ചു എന്ന് പറയുമ്പോഴാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ അറിയിച്ചുകൊണ്ട് കാട്ടിൽ നടത്തിയൊരു തെരച്ചിൽ മകൻ കാട്ടിക്കൊടുത്തപ്പോഴാണ് ഈ വലിയൊരു ആക്രമണമാണ് നടന്നിരിക്കുന്നതെന്നും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇയാൾ മരിച്ചു എന്നും വ്യക്തമായത്. എന്തായാലും നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. കാരണം ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ്. ഒപ്പം തന്നെ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ്. ഗോകുൽ, ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്.